നിധിവേട്ട. രചന ഷാജി പൊന്നമ്പുള്ളി. അപ്പൂൻ്റെ പിറന്നാളായിരുന്നു അന്ന്. സ്കൂൾ അവധിയായതിനാൽ കൂട്ടുകാരെ ഒത്തിരി പേരെ വീട്ടിലേക്ക് പിറന്നാൾ ആഘോഷത്തിന് വിളിച്ചിരുന്നു. നേരം വൈകിയോ? അപ്പു ചാടി എഴുന്നേറ്റു. ആരും വിളിക്കുന്നില്ല. വീട്ടിലെ ഹാളിൽ നിന്നും കുട്ടികളുടെ ചിരി കേട്ടു. കണ്ണ് നന്നായി തിരുമ്മി. ക്ലോക്കിൽ 8 മണി. ഇത്ര രാവിലെ കൂട്ടുകാരെല്ലാം എത്തിയോ? അവൻ ഓടി വാതിലിനടുത്തെത്തി. പമ്മി നോക്കി. കൂട്ടുകാരെല്ലാം ഹാളിൽ ചമ്രം പടിഞ്ഞിരിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ചേച്ചിയും അവർക്ക് പലഹാരങ്ങൾ കൊടുക്കുന്നു. അവന് ദേഷ്യം തോന്നി. പിറന്നാളായിട്ട് ആരും തന്നെ വിളിച്ചില്ല. അതുമാത്രമല്ല, കൂട്ടുകാരെല്ലാം വന്നു. ഒരിടത്തും ആഘോഷത്തിൻ്റെ അലങ്കാരങ്ങളില്ല. അവന് സങ്കടം വന്നു. പെട്ടെന്ന് പിന്നിൽ നിന്ന് അവനെ ആരോ ചേർത്ത് പിടിച്ചു. അമ്മ. അവൻ കണ്ണടച്ച് തിരിഞ്ഞ് അവരെ കെട്ടിപ്പിടിച്ചു. അയ്യേ, എൻ്റെ അപ്പു കരയേ! അമ്മ അപ്പുവിൻ്റെ താടി പിടിച്ചുയർത്തി. ദാ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് പിറന്നാൾ ആഘോഷം നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടെ ഒഴുകുന്ന പുഴയുടെ അടുത്താകാം. കുളിച്ച് വേഷം മാറി വേഗം വാ. അമ്മയോട് എന്തു മറുപടി പറയുമെന്ന് ആലോചിക്കുമ്പോഴേക്കും അപ്പുവിനെ ഉന്തിത്തള്ളി കുളിമുറിയിലേക്ക് അമ്മ കടത്തിവിട്ടു. ഉമിക്കരി അവിടെയുണ്ട്. ചെറുപയർ പൊടി ദാ പിടിച്ചോ. 10 മിനിറ്റിനുള്ളിൽ അപ്പു ഫ്രഷായി എത്തി. കൂട്ടുകാരെല്ലാം അപ്പുവിന് പിറന്നാൾ ആശംസകൾ നേർന്നു. ഓരോരുത്തരുടെയും കയ്യിൽ ചെറു സഞ്ചികളുണ്ടായിരുന്നു. അപ്പുവിന് ആശ്ചര്യം. ചേച്ചി ചിരിച്ചുകൊണ്ട് അപ്പുവിനെ നുള്ളി. നിനക്കുണ്ടിട്ടാ. കയ്യിൽ കിട്ടിയ ചെറുസഞ്ചിയിലേക്ക് അപ്പു നോക്കി. അടുക്കളത്തോട്ടത്തിലെ ചീര നിറയെ ഉണ്ട്. പാട്ടുപാടി ഓരോരുത്തരും പുഴക്കരയിലേക്ക് നടന്നു. വേനലല്ലേ, പുഴ മെലിഞ്ഞാണ് ഒഴുകുന്നത്. കുട്ടികൾ നിറഞ്ഞൊഴുകുന്ന പുഴയെ സ്വപ്നം കണ്ടു. ഇതിൽ മുതലയുണ്ടാകോ? അപ്പുവിൻ്റെ കൂട്ടുകാരൻ സഹദിൻ്റെ ആയിരുന്നു സംശയം. ഇല്ല മക്കളെ, ഇതിൽ മുതലയില്ല. പക്ഷേ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. അത് കണ്ടോ? അപ്പുവിൻ്റെ അച്ഛൻ പുഴക്കരയിൽ വെച്ച ബോർഡിലേക്ക് വിരൽ ചൂണ്ടി. എങ്ങനെയാണത് വായിക്കുക? അപ്പുവിൻ്റെ അമ്മ കൂട്ടുകാരെ നോക്കി. നീർനായയുണ്ട്, സൂക്ഷിക്കണം. അപ്പുവിൻ്റെ കൂട്ടുകാരി അമ്മു പറഞ്ഞു. 5ാം ക്ലാസ്സുകാരാണ്. മലയാളം അക്ഷരങ്ങൾ പെറുക്കി പെറുക്കി വായിക്കരുത്. അപ്പുവിൻ്റെ ചേച്ചി കെറുവിച്ചു. സഞ്ചികളെല്ലാം ഈ വിരിയിൽ വെക്കണം കേട്ടോ. അപ്പുവിൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ട് തങ്ങളുടെ കയ്യിലുള്ള സഞ്ചികളെല്ലാം 10 കൂട്ടുകാരും വിരിയിൽ വെച്ചു. അപ്പുവിൻ്റെ പിറന്നാൾ പാചകം ഇവിടെ പുഴക്കരയിലാണ്. പെട്ടി ഓട്ടോയിൽ അപ്പോഴേക്കും വെള്ളവും എത്തി. അല്ല അങ്കിളെ, പുഴ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് വെള്ളം കൊണ്ടുവരുന്നത്? റഹ്മത്തിൻ്റെ ചോദ്യം ഡോണും ആവർത്തിച്ചു. ഇവിടെ വെള്ളത്തിന് കുഴപ്പമുണ്ടോ? അപ്പുവിൻ്റെ അച്ഛൻ ചിരിച്ചു. പുഴയൊഴുകും വഴിയെല്ലാം മാലിന്യപ്പെയ്ത്താണ്. വേനലിൽ മെലിഞ്ഞുണങ്ങിയാണ് പുഴയൊഴുകുന്നത്. തീരത്തെ ഫാക്ടറികളിൽ നിന്ന് മാത്രമല്ല, മനുഷ്യരും മാലിന്യം പുഴയിൽ തള്ളുന്നു. കുട്ടികൾ വെള്ളം ജാറെടുത്ത് വിരിയിൽ വെച്ചു. ഇനി നമുക്ക് നിധിവേട്ട തുടങ്ങാം, അപ്പുവിൻ്റെ അമ്മ പറഞ്ഞു. ഓരോരുത്തരും ഇവിടെ കാണുന്ന പ്രത്യേകതകൾ മാതൃഭാഷയിൽ എഴുതണം. അപ്പുവിൻ്റെ ചേച്ചി അവർക്ക് പേനയും A4 ഷീറ്റും നൽകി. ഇവിടെ കാണുന്ന ജീവികൾ, പുഴയുടെ തീരത്തെ മാവും മാമ്പഴത്തിൻ്റെ രുചിയും, അങ്ങനെ. കുട്ടികൾക്കൊപ്പം അപ്പുവിൻ്റെ അമ്മയും ചേച്ചിയും അച്ഛനും നിധിവേട്ടക്കിറങ്ങി. നന്ദി.